ട്രെയിനിൽ നിന്ന് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച പ്രതി പിടിയിലായി. 1 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശിയാണ് പിടിയിലായത്. പ്രതിയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കുഞ്ഞിന്റെ അച്ഛന്റെ രക്ഷിതാവിന്റെ പ്രതികരണം ഒന്ന് ആദ്യം കേൾക്കാം. रात को 1 बजे उतरने का था आलवा में, इसलिए उतर के आलवा में ही रुकना था. सुबह बस में जाने का था, इसलिए थोड़ा सोएगा बोल के सो गया. और सोने का टाइम में वो बच्ची को कपड़ा भी ऊपर में डाला था. कपड़ा डाल के सोया और सुबह वो इरोड़ पहुंचने का टाइम में हमारा नींद टूट गया. उसके बाद देखने के बाद उधर बच्चे नहीं था और बच्चे को देखा नहीं, इसलिए हम रो के पूरा नीचे उतर गया और पुलिस को बोला, इसलिए वो फोटो भेज के पूरा स्टेशन को कॉल करके इधर आ गया. और एक ऑटो वाला को पूछ के वो आदमी लेने के लिए लेके जा रहा था. നിതിൻ തോമസ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, രാത്രി ഉറങ്ങിയ കുഞ്ഞിനെ പുതപ്പൊക്കെ പുതപ്പിച്ച് കിടത്തി എന്നാണ് അച്ഛൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഈ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത്? പിടിയിലായ ആൾ ആരാണ്? എങ്ങനെയാണ് ഇതൊരു തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമാണെന്ന് അറിഞ്ഞ് നാട്ടുകാർ ഇടപെട്ടത് എങ്ങനെയാണ്? ആര്യ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള ആളാണ്, ഒരു തമിഴ്നാട് സ്വദേശിയാണ് ഇത്തരത്തിൽ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചത്. കുഞ്ഞിനെ ട്രെയിനിൽ ഉറക്കി കിടത്തിയിരിക്കുകയായിരുന്നു. പാലക്കാട് വെച്ചിട്ടായിരുന്നു സംഭവം ഉണ്ടായത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ എത്തിയപ്പോൾ ഈ ഉറക്കി കിടത്തിയിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് ഉറക്കി കിടത്തിയിരുന്ന 1 വയസ്സുള്ള കുഞ്ഞിനെ ഇയാൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. പുറത്തിറങ്ങിയതിന് ശേഷം, അതായത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയതിന് ശേഷം അവിടെയുള്ള ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയോട് ഇത്തരത്തിൽ ഇവിടെ നിന്നും തമിഴ്നാടിനുള്ള ബസ് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്ന് ചോദിച്ചു. അത്തരത്തിൽ ചോദിച്ചപ്പോൾ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറിനും അതേപോലെ തന്നെ അവിടുത്തെ പ്രദേശവാസികൾക്കും ഒരു സംശയം തോന്നി. അത്തരത്തിൽ ഈ തട്ടിക്കൊണ്ട് പോയ ആളോട് ഈ കുഞ്ഞിൻ്റെ പേരെന്താണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ അത്തരത്തിൽ പേര് ചോദിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഇയാൾ ഭയപ്പെട്ടു, പേരറിയില്ലായിരുന്നു. അത്തരത്തിൽ വന്നപ്പോഴാണ് ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും എല്ലാം സംശയം തോന്നിയിട്ട് ഇയാളെ പിടിച്ചു വെച്ചത്. അതിനുശേഷം പോലീസിനെ വിളിച്ച് കൊടുക്കുകയായിരുന്നു. അതേസമയം ഈ മാതാപിതാക്കളും ഉറക്കത്തിലായിരുന്നു. ഇവർ ഒഡീഷ സ്വദേശികളാണ്. ഒഡീഷയിൽ നിന്ന് ഇത്തരത്തിൽ ട്രെയിനിൽ നാട്ടിലേക്ക്, ആലുവയിലാണ് ഇവരിപ്പോൾ ജോലി ചെയ്യുന്നത്. ആലുവയിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഈ പാലക്കാട് നിന്നും കുഞ്ഞ് നല്ല ഉറക്കത്തിലായിരുന്നുകൊണ്ട് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയപ്പോൾ കുഞ്ഞ് കരയുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരും അറിഞ്ഞില്ല. ഇവർ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ അടുക്കാറാവുമ്പോഴാണ് ഇത്തരത്തിൽ കുഞ്ഞ് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം അറിയുന്നത്. പെട്ടെന്ന് തന്നെ പോലീസിനെ വിവരം അറിയിക്കുകയും എല്ലാം ചെയ്തു. അപ്പോഴേക്കും ഈ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് ഇത്തരത്തിൽ കുഞ്ഞിനെയും ഇയാളെയും ഓട്ടോറിക്ഷ ഡ്രൈവർമാരും അതുപോലെ തന്നെ അവിടുത്തെ നാട്ടുകാരും ചേർന്ന് തടഞ്ഞു വെക്കുകയും പോലീസിനെ ഏൽപ്പിക്കുകയുമായിരുന്നു ചെയ്തത്. ഈ ദിണ്ടിഗൽ സ്വദേശിയായിട്ടുള്ള വെട്രിവേലാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അയാളുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് കുറച്ച് മുൻപ്. ഈ ഇദ്ദേഹത്തിന്